പന്നി പടക്കോ കിട്ടി പാപ്പോയ്ക്ക് എറിയാൻ പോവാൻ നിനക്ക് എന്നെ കാര്യമാടാ. കുഞ്ഞാങ്ങളായിട്ട് എന്താ നടന്നതെന്ന് അറിയാൻ വന്ന പാപ്പോയുടെ മുഖത്ത് നീ തുപ്പിയത് കൊണ്ടല്ലേ അവൻ നിന്റെ കഴുത്തിൽ ഞെക്കി പിടിച്ച് ശ്വാസം മുട്ടിച്ചത്. പോടാ. അമ്മ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ആങ്ങളയുടെ മോനോട് പറഞ്ഞേരെ, അവന്റെ അപ്പം കാണിക്കുന്ന തന്തയില്ലാ തരത്തില് കൂടെ കൊടയും പിടിച്ചോണ്ട് നടന്ന എന്റെ ജെസിയുടെ തുമ്പി കൈക്ക് അവന്റെ തലയടിച്ചാൻ വിളിക്കും. നീ മിണ്ടരുത് തെമ്മാടി. കാലിൽ ഇരുമ്പാണിയിട്ടുണ്ട് ഇറങ്ങിയിരിക്കുന്നു വെട്ടിനും കുത്തിനും. നിന്റെ അപ്പൻ ഉണ്ടായിരുന്ന വർക്കത്തിന്റെ ഒരു തരി പോലും ഇല്ലല്ലോടാ നിനക്കൊന്നിനും. ഇതാ പാപ്പോയി ആയതുകൊണ്ടല്ലേ തള്ളക്ക് പഴുത്ത. അതേടാ നിന്നെ അവനെ ഞാൻ ഒക്കെ തിരുത്തി കുറെ കൊണ്ടു നടന്നതാ. അവനാ പണ്ടവന്റെ അപ്പന്റെ നേരെ കൈ ചൂണ്ടിന്ന് പറഞ്ഞേ എന്നെ അവന്റെ ബസ് കയറ്റി കൊല്ലാൻ നോക്കിയത് മറക്കില്ലേ ഈച്ചാമേ. എടാ നടന്നത് പറ. അട വെച്ച കട്ട തിരിച്ച് വണ്ടി നിന്റെ നേരെ ഉരുണ്ട് വന്നത് നീ നിന്നെ കൊല്ലാനും നാക്കി. അതെ, അതുകൊണ്ട് എന്നെ മാത്രം അടിച്ചു പറക്കണ JCB കൊണ്ട് നടക്കണത്. എടാ മക്കളെ, കുട്ടിക്കാലത്ത് വെറും ഒരു ശർക്കര ഉണ്ടയുടെ ഒരു കടി ചോദിച്ചിട്ട് അത് ഉറുമ്പരിച്ചു കളഞ്ഞിട്ടും എനിക്ക് തരാത്തവനാ എന്റെ ആങ്ങള. ഞാൻ കഴിക്കടാ. ശ്രീധരൻ വക്കീൽ കോടതി വന്ന് സത്യം പറയാന്നല്ലേ പറഞ്ഞിരിക്കുന്നേ. എന്റെ മക്കൾ അതുവരെ അങ്ങ് ക്ഷമിക്കും. இந்த காலத்துல வக்கீல் கேஸ் ஒண்ணு ஆகாதம்மா. வெட்டறிவாளை எடுக்க வேண்டிய இடத்துல அறிவாத்தாய் எடுக்கணும். எங்க அண்ணா சொல்லுவாரு. എടി വടിവാള് വെട്ടിവെച്ചേക്ക് നിന്റെ നാട്ടിൽ വെച്ചേര്. ഡാ നിന്റെ തമിഴത്തോട് പറഞ്ഞേര് വായി കിടക്കണ നാക്ക് വായിലിട്ടാ മതിയെന്ന്. അപ്പൻ ഷാപ്പ് നടത്തി പെട്ടിയിലായി. ഈ മൂത്തമോൻ പെട്ടിയെ പിടിച്ച് കയറാൻ ശ്രമിക്കാണ്. കൂട്ടായിരിക്കണേ, എങ്കിലും തൂങ്ങിച്ചാകണ്ടായിരുന്നു. ഇവർ ദൈവത്തിന്റെയും എന്റെയും. അങ്ങനെ ഔസേപ്പിന്റെ പെട്ടി എന്റേലായി. ഹലോ ഹെർക്കുലി. കവിക്കുന്ന് പള്ളിയിലെ കാന്താരി കൊച്ചച്ഛന്റെ മുറിയിൽ ലൈറ്റ് ഇല്ലല്ലോ. കുത്തിയിരുന്ന മതി. ചാടിക്കോ. വടക്കേക്കാട്ടിൽ കുട്ടിച്ചന്റെ അമ്മയുടെ പെട്ടിയല്ലേടാ. അർത്ഥ കൈക്ക് ഉപ്പ് നേക്കത്ത നാറി അവൻ അമ്മേനെ അടക്കാനായിട്ട് തേക്കിന്റെ പെട്ടി വാങ്ങി. ഇങ്ങോട്ട് അത് കളർ മുക്കി തേക്കിന്റെ ഡിസൈൻ അടിച്ച പെട്ടിയാ തോമാച്ചായ. തോമാച്ചു, ജക്കാർത്ത് എന്നുള്ള ഒരു സുനാമി പെട്ടി എത്തിയിട്ടുണ്ട്. ഓക്കുന്നുണ്ട് അല്ലെ പരിമിലപ്പിതവനെ പള്ളിയിൽ അടുക്കേക്കാം. അതെടുക്കാൻ അൾത്താര വരെ കയറണം. പള്ളിക്കാര് മുട്ട് തല്ലി ഓടിക്കടാ പേട്ടെ. ക്വിക്ക് ഫിക്സ്, വേഗം. ഓവർ ഓവർ ഓവർ. മിലിറ്ററിയാ. താങ്ക് യു. നല്ല ചീഞ്ഞ മണം. തോമാച്ചായോ, എന്റെ ഭാര്യയുടെ കിഡ്നി തകരാറില്ല. ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. എന്നെ ഒന്ന് സഹായിച്ചാ കൊള്ളായിരുന്നു. കിഡ്നി ആവുമ്പോ കാറ്റ് പോകുന്ന ഉറപ്പാ. എന്നായിരിക്കട്ടെ ഈ തോമാവക ഒരു മൾബറി പെട്ടി ഫ്രീ. ശവപ്പെട്ടി കഴിവറ മോനെ, വെറുതെ അല്ലടാ നിന്റെ അപ്പം മുണ്ടേ തൂങ്ങിയത്. ഈ ചെറ്റയോടൊക്കെ ചോദിക്കാൻ പോയി എന്നെ പറഞ്ഞാ മതിയല്ലോ. ചാവുന്നതിന് മുമ്പ് ശവപ്പെട്ടി ഓഫർ വേണ്ടായിരുന്നു. എന്റെ പൊട്ടനെത്തി. എന്താടാ അമ്മച്ചിക്ക് വല്ലതും? പാപ്പോയി നിന്നെ ചാറക്കകത്ത് എടുത്തിട്ട് കുത്തിയോ? പാമ്പോ? അതിനടുത്ത് കഴുത്തിലിട്ടെന്നോ? ഓ, ഈ പൊട്ട പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല. ചേട്ടപ്പെട്ടിയിലായി പോകും. മനസ്സിലായി. അവൻ എന്റെ അനിയന്മാത്തനെ കയറുമാലയ്ക്ക് പൂട്ടി 5-10 അവന്റെ നീളത്തിനൊരു പെട്ടി റെഡിയാക്കി. ഇന്നാദ്യ വെള്ളിയല്ലേ, അവൻ ആ ഓലിക്കലച്ചന്റെ കുമ്പസാര കൂട്ടി കാണും. അവൻ ജനിച്ച വെള്ളി തന്നെ ആയിക്കോട്ടെ അവന്റെ ചെവിയിലെ സുനയുടെ വോളിയം കൂട്ടച്ചു. എന്നിട്ട് അതിപ്പോ അങ്ങനെ അവിടെ അങ്ങനെ ഞാനും ചെയ്തു പോയി. നീ എന്തിനാടാ കൊച്ചെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോയത്? മനസ്സ് പിടിച്ചിട്ട് നിൽക്കണില്ല. ഏതാ നിന്റെ അപ്പനെയും നിന്റെ അപ്പൻ്റെ ഇട്ടിയവരെയും ഞാൻ കുമ്പസാരിപ്പിച്ചിട്ടുണ്ട്. അവന്മാരൊന്നും നാവിന് ഇതുപോലെ കേട്ടിട്ടില്ല. ആത്മസംയമനില്ലാത്തവനെ പറ്റിപ്പോയച്ചു. നീ പോയിട്ടൊരു പെണ്ണ് കേട്ടടാ. ഓക്കനം കേട്ടവനെ ഇത് കേട്ട് കേട്ട് മടുത്തു. എന്റെ അച്ഛനും ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല,
28 തവണ പെണ്ണ് കണ്ടത്. എനിക്കിഷ്ടപ്പെടുമ്പോ തന്തക്ക് ഇഷ്ടപ്പെടുന്നില്ല, തന്തക്ക് ഇഷ്ടപ്പെടുമ്പോ തള്ളക്ക് ഇഷ്ടപ്പെടത്തില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടുമ്പോ പെണ്ണിന് ഇഷ്ടപ്പെടത്തില്ല. ഇനി പെണ്ണ് കാണാൻ പോകുമ്പോ എടപ്പള്ളി പള്ളിയില് 2 കോഴിയെ കൊടുക്ക. പൂവനോ പിടയോ? നീ പൂവൻ കൊടുത്താ മതി. എന്താച്ചോ പൂവനെ തന്നെ? പൂവൻ കോഴിയുടെ സ്വഭാവം നിന്റെ സ്വഭാവം ഒരുപോലെയാ. നേരത്തെ ഇട്ടെങ്കിലും ഈ പൂവന്മാരും പൂവാലന്മാരും ഈ ലോകത്തിന് തീരട്ടെ. പേടക്കോഴികൾ എന്നാ ചിരിക്കാനാണ്? അവളുമാര് കൂടി ഈ ലോകത്തൊന്നും പോയാ ഇവിടെ പൊറുക്കാനാ. അത് മോശമായി പോയി. ദുഃഖവള്ളി, ഇതാര്? ആട് തോമേ? നിന്റെ അപ്പൻ ആ കോഞ്ഞാനോട് പിടിച്ചു നിൽക്കണമെങ്കിൽ ഒരു 1.5 ആട് തോമയാലേ പറ്റൂ. ശവപ്പെട്ടി തോമാന്ന് പറയടാ അമ്മായിയുടെ മോനെ. നീ എന്നെ കൊണ്ട് തുണി പറപ്പിക്കല്ലേ. പള്ളിയുടെ ആനവാദക്ക് നിന്നാണാ പരട്ടത്തരം പറയുന്നത്. പൊറുക്കണേ. അടി കളസ വിടാത്തവനാണോടാ തുണി പറിക്കുന്നത്. മൾബറി തമാശകളാ. ഞാൻ ശവപ്പെട്ടിക്ക് തടിയെടുക്കാൻ പോയ തക്കത്തിന് നീ ഞങ്ങളുടെ പൊട്ടംപത്രോടെ മൈക്ക് സെറ്റ് കയറി പിടിച്ചോ? ഞാനൊരു സെറ്റിലും പിടിച്ചില്ല. അവന്റെ തൊണ്ടക്കുഴിക്ക് കുത്തിപ്പിടിച്ചു ശ്വാസം നിൽക്കാൻ. 1 പറഞ്ഞ് 2 പറഞ്ഞ് കാ വളച്ചൊരു തെറിയും ആർക്കിച്ചൊരു തുപ്പും. അതിന് നീ പൂ വളച്ച് തെറി വിളിച്ചില്ലടാ? വിളിച്ചേനെ. ഈ ചാമച്ചി നിൽക്കുന്നോണ്ട് വളച്ചില്ല. നീ ഞങ്ങളുടെ മാത്തന്റെ വീക്കാണി കുട്ടിയുള്ള ചവിട്ടുള്ള സൂക്ഷിച്ച മോനെ. വീക്കാണിക്ക് ചവിട്ടിയാലേ അവന്റെ പൂഞ്ഞാണി പറഞ്ഞ എന്റെ കക്ഷത്തിരിക്കും. എടാ വീറേ, നീ എന്നെ കൈ ചുരുട്ടി കാണിക്കും. 5 ഏക്കർ ആഞ്ഞിലൂടെ എഴുത്തരാൻ നിനക്കെതിർപ്പുണ്ടോ? ഉണ്ടെങ്കിൽ തോമാക്ക് മൾവറിയാടാ. ഈ ന്യായം ഇന്നലെ ഹൈക്കമാൻഡിൽ അവതരിപ്പിച്ചതാ. ഞാൻ ഒന്നുകൂടെ ധൈര്യത്തിന് 2 വെട്ടിരുമ്പും തട്ടുമുട്ടും എക്സ്ട്രാ വിട്ടേച്ച് അവതരിപ്പിക്കാം. കുഞ്ഞു പാപ്പോ, ഈ അമ്പൂന്റെ തലയിൽ എപ്പോഴും സംശയാ. കറിവെള്ളത്തിൽ കറുപ്പ് കളിക്കാൻ വളമാവോ? എടാ 10 മാസം ഗർഭം ചുവന്ന് നിൽക്കുന്ന പെണ്ണിനെ പോലെ ഇക്കണ്ട കൽക്കണ്ട കനി പോലത്തെ ചക്കകളും താങ്ങി നിൽക്കുകയല്ലേ ഇവള്. ആ ക്ഷീണം അറിയാതെ നല്ല കംപ്രഷനിൽ അങ്ങോട്ട് വളരാനായത്. അമ്പേ, നിന്റെ മോക്ക് നഴ്സിംഗ് കോളേജിൽ ചേരാൻ പണം വേണമെന്ന് പറഞ്ഞില്ലേ നമ്മളെ? മാസം പോലെ നിൽക്കണ കഴുത. ചേച്ചേ, അയില ഇച്ചിരി കൂടി മുരിയായിരുന്നില്ലേ? ഇല്ലേ മക്കളെ? പൂച്ചകൾ പാല് വെച്ച പാത്രം വൃത്തിയാക്കി വെച്ചു. കൊല്ലം, ആലുവ എന്നിവിടങ്ങളിൽ 5600 രൂപ, ആലപ്പുഴ ആ ഒക്കാനും നായര് പഠിപ്പിച്ചില്ല. തിരുവല്ലയിൽ, തൃശ്ശൂർ, കൊടുങ്ങല്ലൂർ 5400 രൂപ, കോട്ടയം 5800 രൂപ, പാല 5500 രൂപ. ഇതൊന്നും ഇവന്മാർക്ക് ഞാൻ കൊടുക്കത്തില്ല. ചേച്ചേ, ആ നായര് എന്ന കാശിന്റെ കണക്കെന്ന് പറഞ്ഞു. ജോജോനൊരു ഗൈഡ് വാങ്ങി 150 രൂപ. ഷാലിയുടെ കണ്ണാടിയുടെ ഫ്രെയിം മാറ്റി 350 രൂപ. പിന്നെ കൊച്ചുമോക്കൊരു കഫ് സിറപ്പ് വാങ്ങി 36 രൂപ. കൂടെ ഒരു കോംപ്ലാനും മേടിച്ചു. അത് വേണ്ടായിരുന്നല്ലോ. നല്ല 1-ാം തരം വെച്ചൂരി പശുക്കൾ കൂട്ടിയിപ്പില്ലേ? നാട്ടുവിശേഷം ഇനി നാളെ രാവിലെ 7:35. അപ്പൊ ശരി. നീ 1000 രൂപയുടെ ഫ്രീ ഊറ്റി വെച്ച് ആ 5 ഏക്കർ മേടിച്ചത് നീ ഞൊട്ടും. ആ 5 ഏക്കർ വാങ്ങിച്ചതിന് വേണം ഈ കടത്തിണ്ടായി പോയി തുടങ്ങാൻ. മോശമായി പോയി.
കുഞ്ഞിപ്പാപ്പ എന്നാലും പാപ്പയെ വഴിയിലിറക്കി വിട്ടത് വളരെ മോശമായി പോയി. ശൂരനാട് കുഞ്ഞിന്റെ രണ്ടാമത്തെ സൃഷ്ടി അത്ര മോശക്കാരനാ? കുഞ്ഞോ കൊടുക്കണമുണ്ട്. നീ എന്താടാ കഴിച്ചത്? ഞാനോ? ഞാനോ മണവാട്ടി കണ്ട വിടക്ക് മണവാട്ടി അടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. ഇവിടെ ആഴ്ചയിൽ ഒരു ഗ്ലാസ് ഞാൻ നിനക്ക് തരുന്നതല്ലേ? ഞാൻ കുഞ്ഞായിരിക്കും. മണവാട്ടിയുടെ ആകെയുള്ള കുഴപ്പം ഇതാ, കേൾവിയുടെ ഇൻക്രിമെന്റ് ഇത്തിരി കുറയും. ട്രാക്ടറോ ഇതിനകത്തോ? ഇതാരെന്റെ സൂസി മോളോ? ഇത് എവിടുന്ന് കിട്ടി? ആ മുണ്ടുപാലത്തേക്കെന്ന് ഒന്നും പറയണ്ട എന്റെ പാപ്പേ. ഹോം സയൻസ് കോളേജിൽ നിന്ന് ഇറങ്ങിയതും സ്ട്രൈറ്റ് ഫാസ്റ്റ് കിട്ടി. കൃത്യം കട്ടച്ചിറ വന്നപ്പോ വണ്ടിയുടെ എന്തോ പ്ലേറ്റ് ഒടിഞ്ഞെന്ന്. ഒരു കണക്ഷൻ ബസ് നോക്കി നിന്നിട്ട് ഒന്നേ തിക്കി കയറ്റിയ ആള്. അല്ലേ വായു ഗുളികയ്ക്ക് പോകുന്ന സ്പീഡ്. മണിക്കൂർ 2 പോയി. അപ്പതേണ്ടടാ വരുന്നു ഇടിച്ചിടിച്ച് നമ്മുടെ കട്ടച്ചിറ പിന്നാക്കനാട്. നീ ആയിരുന്നോ? നീ എന്റെ ഹോസ്റ്റലിലെ ആ മാതാവിന്റെ മുന്നിൽ നിൽക്കുന്ന വരിക്കപ്ലാവ് കാച്ചോടി. മച്ചിപ്ലാവ് വെട്ടി കണ്ടിച്ച് സിസ്റ്റർ തീയിലിട്ടു. അപ്പോ മണ്ണും ചതിക്കും അല്ലേടി? നിന്നെ പോലെ ചില ജന്മം മണ്ണിലും ഉണ്ടാവൂടാ. മതിയായില്ലേ? 2 വർഷത്തെ കോഴ്സ് കഴിഞ്ഞ് വന്ന് വീട്ടിലോട്ട് കയറിയില്ല. ചോദിക്കുന്ന ചോദ്യം കേട്ടില്ലേ? വരിക്കപ്ലാവ് കാച്ചോന്ന്. കെട്ടിക്കാതെ വെച്ചിട്ട് അവളുടെ മൂക്കീന്ന് പല്ലിറങ്ങി. അഞ്ചാണ്ടിരുന്നാൽ മഞ്ചാടിക്കും വില കിട്ടും അല്ലേടാ പാപ്പേ? ഒരു 10 ചെറുക്കന്മാര് കണ്ടേച്ച് പോയല്ലോ. എന്നിട്ട് അവർക്കാർക്ക് അവളെ പിടിക്കാതെ പോയില്ലല്ലോ. ശ്രീധനം കൊടുക്കാതെ വെള്ളം ഇറങ്ങാത്ത 5 ഏക്കർ കല്ലും മണ്ണും കൊടുക്കാന്ന് പറഞ്ഞാൽ ഇക്കാലത്ത് ചെറുക്കന്മാരെ കിട്ടുമോ? അല്ലേ? എടാ, വെറും ഭൂമിയിൽ പണിയെടുക്കാൻ സന്മനസ്സുള്ളവന്മാര് കെട്ടിയാ മതി അവളെ. അങ്ങനെയാണെങ്കിൽ ആ കാടി കലക്കിയ അമ്പുവിനെ കൊണ്ട് അവളെ ഒരു 2ആം കെട്ട് കെട്ടിക്കാം. അവനാവുമ്പോ ഒറ്റ ദിവസം കൊണ്ട് 5 ഏക്കർ കിളക്കുകയും ചെയ്യും. എന്താ? എടാ, കാശിറക്കി മോളെ കെട്ടിക്കാണ്ട് ഈ ഭൂതക്കണ്ണാടി കൂടെ കണക്ക് നോക്കി തുപ്പല തൊട്ട് എണ്ണി കൂട്ടി വെക്കുന്നതേ ആ 2ആം കെട്ട് കുഞ്ഞിമേരീച്ചിലുണ്ടായ ചെറുക്കൻ കോവക്കയുടെ ചുവട്ട് കൊണ്ടുപോയി കൂട്ടിടാനാ.